സിനിമയിൽ നമ്മൾ പലതരം വേഷപ്പകർച്ചകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയത്തിൽ ഇത്രയും പെട്ടെന്ന് വേഷം മാറുന്ന ഒരാളെ കാണണമെങ്കിൽ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് വണ്ടി കയറണം. അതെ, സുരേഷ് ഗോപി എന്ന ആക്ഷൻ ഹീറോ ഇപ്പോൾ ഗുരുവായൂരിൽ പുതിയൊരു ഡബിൾ റോളിലാണ്. പക്ഷേ ഈ റോളിന് കൈയടിക്കാൻ കോൺഗ്രസുകാർ റെഡിയല്ല. അവർ പരാതിയുമായി നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സംഗതി മറ്റൊന്നുമല്ല, വോട്ട് ചേർക്കൽ തന്നെ. കുമ്പിടി എന്ന ആ ഐതിഹാസിക കഥാപാത്രത്തെ ഓർമ്മയില്ലേ? ഒരു നാട്ടിൽ സ്വാമിയാണെങ്കിൽ മറ്റൊരു നാട്ടിൽ കള്ളൻ. അതുപോലെ ഒരു മണ്ഡലത്തിൽ ആക്ഷൻ ഹീറോ ആണെങ്കിൽ മറ്റൊന്നിൽ ഡിവോഷണൽ ഹീറോ. ഗുരുവായൂർ 137 നമ്പർ ബൂത്തിൽ സുരേഷ് ഗോപി വോട്ട് ചേർത്തതാണ് ഇപ്പോൾ പുകിലായിരിക്കുന്നത്. സ്ഥിരതാമസക്കാരനല്ലാത്ത ഒരാൾ വ്യാജ സത്യവാങ്മൂലം നൽകി വോട്ടറായി എന്നതാണ് പരാതി. പരാതിക്കാരൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CS സൂരജ്. സൂരജ് ഉയർത്തുന്ന ഈ ഗൗരവകരമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ സുരേഷ് ഗോപിക്ക് മറുപടിയുണ്ടോ? സസ്പെൻസ് ഉണ്ട്, ഇന്റർവൽ ഉണ്ട്, ട്വിസ്റ്റുകൾക്ക് യാതൊരു കുറവുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം ആർക്കും വലിയ പ്രതീക്ഷയില്ല. ക്ലൈമാക്സിന് മുമ്പെങ്കിലും ഇലക്ഷൻ കമ്മീഷൻ വരുമോ? ചാൻസും വളരെ കുറവാണ്. കാരണം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെയുള്ള ചരിത്രമാണല്ലോ നമുക്ക് മുന്നിലുള്ളത്. വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കഴിഞ്ഞ ഇലക്ഷന് മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്തിട്ട് അതേ ആള് തന്നെ ബീഹാറിലും പോയി വോട്ട് ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇങ്ങനെയൊക്കെ ഉലകം ചുറ്റി വോട്ട് ചെയ്യാൻ പ്രത്യേക കഴിവുള്ളവരാണ് BJP നേതാക്കളും അവരുടെ അണികളും. വ്യക്തമായി പറഞ്ഞാൽ തോന്നുമ്പോൾ തോന്നിയാസം കാണിക്കൽ. മിസ്റ്റർ സുരേഷ് ഗോപി, റോള് മാറി മാറി കളിക്കാൻ ഇത് സിനിമയല്ല, രാഷ്ട്രീയമാണ്. എന്തായാലും ഗുരുവായൂരിലെ ഈ പുതിയ വോട്ട് പുരാണത്തിൽ ഒടുവിൽ ആരാണ് ജയിക്കുന്നത്? നിയമമോ അതോ BJPയുടെ രാഷ്ട്രീയമെടുക്കോ? കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് ZECO ന്യൂസ്.